اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തക്കികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുടെ മതമാണ്. അഥവാ മനുഷ്യന്റെ പ്രകൃതി എന്താണോ തേടുന്നത് അതിനനുസരിച്ചു കൊണ്ടുള്ള നിയമങ്ങളാണ് അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഒന്നുകൂടി നമുക്ക് വ്യക്തമാവുന്ന കാര്യവുമാണ്. വിവാഹപ്രായമായാൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നും വിവാഹപ്രായമായ ഒരു യുവാവ് അവൻ തൻ്റെ ഇണയായി ഒരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അതുപോലെ തന്നെ വിവാഹിതരായ ഒരു ഭാര്യ മരണപ്പെട്ടു പോയാൽ കാലാകാലവും ഭർത്താവ് വിവാഹിതനായിക്കൊണ്ട് ജീവിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നില്ല. അദ്ദേഹത്തിന് മറ്റൊരു വിവാഹം കഴിക്കാം, ചിലപ്പോൾ കഴിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ തിരിച്ച് ഭർത്താവാണ് മരണപ്പെടുന്നതെങ്കിൽ നിലവിലെ ഭാര്യയ്ക്ക് കാലാകാലവും ഭർത്താവില്ലാതെ ജീവിക്കണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ചില സഹോദര മതങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കണമെന്നുള്ള സതി എന്നൊരു സമ്പ്രദായം ഉണ്ടായി. പിന്നീട് അത് നിരോധിക്കപ്പെട്ടു. അങ്ങനെയും ഇസ്ലാം ഈ കാര്യത്തിൽ പറയുന്നില്ല എന്നുകൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിവാഹിതരായ വധൂവരന്മാർ അവർ പരസ്പരം യോജിച്ചു പോകാൻ ഒരു ഗത്യന്തരവുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആനും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ എല്ലാ അനുരഞ്ജനവും അതുപോലെ തന്നെ ശിക്ഷണ നടപടികളുമെല്ലാം നടന്നിട്ടും ഒത്തുപോകാൻ നിർവാഹമില്ല എങ്കിൽ ഭർത്താവിന് ഭാര്യയെ മൊഴി ചൊല്ലുവാൻ, ത്വലാഖ് ചൊല്ലുവാനുള്ള അവകാശമുണ്ട് എന്നും അതുപോലെ തന്നെ ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവുമായി ഒത്ത് പോകാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാര്യക്ക്
ഫസ്ല് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലൂടെ തന്റെ ഭർത്താവിനെ ഒഴിവാക്കാനുള്ള അനുവാദവും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, എന്നാൽ ഇന്ന് സമൂഹം ഏറെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വം. ഒരു ഭർത്താവിന് ചിലപ്പോൾ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം ചെയ്യേണ്ടി വരും. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും പലപ്പോഴും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും അങ്ങനെ ഒന്നുണ്ടോ, പ്രത്യേകിച്ചും മുസ്ലിം സഹോദരിമാർക്ക് ഏക ഭാര്യയല്ലേ നല്ലത്? രണ്ട് വിവാഹം, ഒരു ഭർത്താവ് രണ്ടോ മൂന്നോ നാലോ സ്ത്രീകളെ വിവാഹം ചെയ്ത് ഭാര്യമാരാക്കുന്നത് അത്ര നല്ലതാണോ എന്ന ചില സംശയങ്ങൾ പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടാകാറുണ്ട്. ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും നിർബന്ധിത അവസ്ഥകളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടുന്ന, അള്ളാഹു അനുവദിച്ചിരിക്കുന്ന, എന്നാൽ എല്ലാവരോടും ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കുവാനോ അത് അങ്ങനെ വിവാഹം കഴിക്കുന്നത് നിർബന്ധമാണെന്നോ എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിച്ചിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ വിശദീകരിക്കാം. ചില സാഹചര്യങ്ങളിൽ ഭർത്താക്കന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ ചിലപ്പോൾ ആവശ്യമായി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ചില പാർക്കുകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇവിടെ തുപ്പുക, ഒരു ബോർഡ് ഉണ്ടാവും, തുപ്പാനുള്ള സൗകര്യം ഉണ്ടാവും. അതിനർത്ഥം എന്താ? ആ റെയിൽവേ സ്റ്റേഷനിലോ പാർക്കിലോ പോകുന്ന ആളുകൾ മുഴുവനും അവിടെ പോയി തുപ്പണമെന്നാണോ? അല്ല. എന്നാൽ അതിനടുത്ത് വന്ന് തുപ്പാനില്ലെങ്കിലും ഉണ്ടാക്കി തുപ്പണമെന്നാണോ? അതുമല്ല. ഒരാൾക്ക് യാദൃച്ഛികമായി അങ്ങനെ തുപ്പണമെന്ന് തോന്നുമ്പോൾ ആ നല്ല വൃത്തിയുള്ള പരിസരങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി തുപ്പാൻ പാടില്ല. അത് തുപ്പേണ്ടത് ഇന്ന സ്ഥലത്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നതുപോലെ അനിവാര്യമായ ഘട്ടങ്ങളിൽ ചിലപ്പോൾ പുരുഷന്മാർക്ക് ഒന്നിലധികം ഇണകളെ, ഭാര്യമാരെ വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇസ്ലാം ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് ഇസ്ലാമിൽ മാത്രമുള്ള ഒരു പുതുതായ കാര്യമാണോ? പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവിച്ചാല് ഈ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൽ മാത്രമുള്ള ഒരു സംഗതിയാണ്, മറ്റു സമൂഹങ്ങളിലൊന്നും ഇല്ലാത്തതാണ് എന്നുള്ളതായ ഒരു ധാരണ അത് ആളുകൾ ചില പ്രചരിപ്പിക്കാറുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 കെട്ടി 4ലും ഇഷ്ടം പോലെ കുട്ടികളുണ്ടായി ഇവിടെ അങ്ങനെ ജനപ്പെരുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് ചില ആളുകളൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ എല്ലാ മതങ്ങളിലില്ലാത്ത ഏതെല്ലാം ഗോത്രവർഗങ്ങളിൽ ഇന്ന് പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമുക്കറിയില്ല. ഇപ്പൊ നമുക്കറിയാം, ബൈബിള് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ കാലഘട്ടങ്ങളിലെ ബൈബിളിന്റെ ഒക്കെ പരാമർശങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബ്രഹാം പ്രവാചകൻ, അദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബ്, നമ്മൾ പറയുന്ന യാക്കോബ് നബി, യാക്കോബിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു മോശമായി പറയല്ല, നന്മയായിട്ട് പറയാണ്. അതുപോലെ തന്നെ ദാവീദ് പ്രവാചകന്, അദ്ദേഹത്തിനും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. എന്തിനേറെ, സോളമൻ എന്ന് പറയുന്ന രാജാവ് അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 700ഓളം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ബൈബിളിന്റെ വരികളിൽ നമ്മൾ വായിക്കാൻ സാധിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റു മതങ്ങളുടെ പുസ്തകങ്ങളിലുമെല്ലാം ഇത് ഒരു മോശമായ കാര്യമായി കൊണ്ട് സൂചിപ്പിക്കുന്നില്ല. നമുക്കറിയല്ലോ, നമ്മളിപ്പോ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. ഭാരതത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഹൈന്ദവ സഹോദരന്മാർ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പരാമർശിക്കുമ്പോൾ തന്നെ പറയുന്നത് എന്താ? അദ്ദേഹത്തിന് 10,008 ഭാര്യമാരുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊരു ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗമായിരിക്കും, പക്ഷെ അങ്ങനെയാണ്. അതുപോലെ തന്നെ മഹാനായ ശ്രീരാമൻ, ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്നു, ഞാൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല, ഹൈന്ദവ വിശ്വാസ പ്രകാരം ശ്രീരാമന്റെ പിതാവായിരുന്ന ദശരഥ രാജാവ്, ആ ദശരഥ രാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെ പഠിച്ചതാണ്. ആ 3 ഭാര്യമാര്
കൗസല്യ, അതുപോലെ തന്നെ സുമിത്ര, കൈകേയി. ഞാനിത് സൂചിപ്പിക്കുന്നത് എല്ലാ മതങ്ങളിലും ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. ഇസ്ലാമിൽ മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു പുതിയ നിയമമല്ലത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടങ്ങളിൽ, ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ 8 ഒക്കെ ഭാര്യമാരുണ്ട ആളുകൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ 4 നിങ്ങൾ സ്വീകരിക്കുക, ബാക്കി നിങ്ങൾ മറ്റുള്ള ഭാര്യമാരെ നിങ്ങൾ ഒഴിവാക്കുക. ഇതായിരുന്നു ഇസ്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു തന്നത്. ഇത് നമ്മൾ പറയുമ്പോ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പൊതു ചിത്രം, ഏക പത്നി അത് തന്നെയല്ലേ നല്ലത്. ഇത് ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയില് ബഹുഭാര്യത്വം നിരോധിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്കല്ലാത്ത ആളുകൾക്കൊക്കെ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ആളുകൾ പലപ്പോഴും ഇസ്ലാമിനെ കളിയാക്കി വേണ്ടി പറയാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇസ്ലാമിൽ ബഹുഭാര്യത്വമുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ വിമർശിക്കുന്ന യൂറോപ്യന്മാര് അവർക്ക് നിയമപരമായി ഒരു ഭാര്യയും നിയമപരമല്ലാതെ ഗേൾസ് ഫ്രണ്ടായി എത്രയും ഭാര്യമാരെ ഉപയോഗപ്പെടുത്താൻ വെസ്റ്റേൺ കൺട്രികളിൽ പറ്റും, നമ്മുടെ രാജ്യത്ത് പറ്റും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവിഹിതമായ വീഴ്ചകൾക്ക് അവിടെ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അഭിസാരികൾ കൂടുന്നത്. ഇപ്പൊ പുതിയ കാര്യക്ഷമാരി കണക്ക് പ്രകാരം, ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം തന്നെ അഭിസാരികളെ സമീപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ ആരാന്നറിയോ? വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരല്ല, വിവാഹിതരായ ആളുകളാണ് അഭിസാരിക കേന്ദ്രങ്ങളിൽ പോയി സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. എന്ന് പറഞ്ഞാൽ മനുഷ്യനിലുണ്ടാകുന്ന ആളുകളിൽ ഈ ഒരു ത്വര മറ്റൊരു ഭാര്യയെ ഇണയാക്കുവാനും ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നു, വൈവാഹിക ബന്ധത്തിൽ ലൈംഗിക വീഴ്ച അത് നിയമപരമായി വൈവാഹിക ബന്ധത്തിലൂടെ അല്ലാതെയുള്ള എല്ലാ ബന്ധങ്ങളും, പാശ്ചാത്യന്മാർക്ക് പറയാൻ പറ്റും, നമ്മുടെ കോടതി അടക്കം, ആലോചിക്കണം, നമ്മുടെ കോടതി അടക്കം വേറെ ഒരു സ്ത്രീയുമായി കൊണ്ട് നമ്മൾ അവിഹിത ബന്ധം അവർ താല്പര്യപ്രകാരമാണ് എങ്കിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല. അത് നിയമാനുസൃതമാണ്. പരസ്പരം സമ്മതിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ പറ്റും. അതിന് വിവാഹം കഴിക്കണമെന്നില്ല. ഇതാണ് ലോകത്ത് നടക്കുന്ന പുതിയ ഏറ്റവും സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന നിയമം. പക്ഷേ ഇസ്ലാം വളരെ കണിശമായി ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. ലൈംഗിക വീഴ്ച അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത് വിവാഹത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. മറ്റുള്ള എല്ലാ ബന്ധങ്ങളും, വൈവാഹിക ബന്ധത്തിലൂടെ അല്ലാതെയുള്ള എല്ലാവിധ ലൈംഗിക വീഴ്ചകളും വിശുദ്ധ ഖുർആൻ കണിശമായി പറഞ്ഞു, അത് തെറ്റാണ്. നമുക്കറിയാം, സൂറത്ത് മുഅ്മിനൂൻ വിശ്വാസികളുടെ ലക്ഷണമായി കൊണ്ടെന്ന് പറയുന്നത്, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം വ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്താ കാരണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നല്ല വിശ്വാസികളുടെ ലക്ഷണമായി എണ്ണി പറഞ്ഞെടുത്ത് പറയാണ്, അവർ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർ ചാടിപ്പോകുന്നവരല്ല. നിലവിലുള്ള ഭാര്യ ഉണ്ടായിരിക്കെ മറ്റ് അഭിസാര കേന്ദ്രങ്ങളിലേക്ക്, വേശ്യാ തെരുവുകളിലേക്ക് പോകാൻ ഒരു വിശ്വാസിക്ക് പാടില്ല, മാന്യന്മാർക്ക് പാടില്ല. ഇത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇല്ലാ അലാ അസ്വാജിഹിം വ മാ മലക്കത് അയ്മാനുഹും, അവർ തങ്ങളുടെ ലൈംഗിക ചേഷ്ട, ലൈംഗിക വികാരം പൂർത്തീകരിക്കുന്നത് അവരുടെ ഇണകളിലൂടെയോ അവർ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളുടെയായിരിക്കും. ഇത് പതില്ലല്ലോ. അതുപോലെ തന്നെ ഫഇന്നഹും ഗൈറു മലൂമീൻ, അത് ആക്ഷേപിക്കപ്പെട്ട കാര്യമല്ല. അതിനപ്പുറമുള്ള ഏതെല്ലാം സമീപനങ്ങളാണോ, ലെസ്ബിയനാണ് എങ്കിലും സ്വവർഗരതിയാണ് എങ്കിലും അതുപോലെ തന്നെ മറ്റ് അഭിസാരിക കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ടാണ് തങ്ങളുടെ ലൈംഗിക ചേഷ്ട പൂർത്തീകരിക്കുന്നതെങ്കിൽ അതെല്ലാം ഖുർആൻ പറഞ്ഞു, ഫൗലൈക ഹുമുൽ ആദൂൻ, അവർ അതിന് വിട്ടവരാണ്, അക്രമികളാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മാന്യമായ സമൂഹത്തിന്റെ കുടുംബജീവിതത്തിൽ നയിക്കണമെങ്കിൽ മാന്യമായ ജീവിതം നയിക്കാം. അത് ചിലപ്പോൾ അപൂർവങ്ങളായി ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ നിലവിലുണ്ടായിരിക്കെ മറ്റൊരു ഭാര്യ വിവാഹം കഴിക്കേണ്ടി വരും. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ്? ഒന്ന്, നിലവിലുള്ള ഭാര്യ
ബന്ധിയായിരിക്കുക. നമ്മൾ വിവാഹം ചെയ്തു, ആ ഭാര്യയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് കൃത്യമായി ഡോക്ടർമാർ വിധി എഴുതിയെങ്കിൽ ആ ഭാര്യയെ ഒഴിവാക്കാനല്ല ഇസ്ലാം പറയുന്നത്. ആ ഭാര്യയെ ഭാര്യയായി നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിവാഹം കഴിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു അനന്തരാവകാശികൾ ഉണ്ടാകുക എന്നുള്ളത് അവന്റെ ഒരു ആഗ്രഹമാണ്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ സന്ദർഭത്തിൽ അവൻ പടച്ചു തമ്പുരാൻ അനുവദിച്ചിരിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ മറ്റൊരു വിവാഹം ഈ വരന് നിർവഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ഭാര്യ വാർദ്ധക്യം ബാധിച്ചു. ചിലപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ വിവാഹത്തിലൊക്കെ ഏർപ്പെടുന്ന സഹോദരന്മാർ, കുട്ടികൾ, യുവാക്കന്മാർ, യുവതികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പുരുഷനും ആണും പെണ്ണും ഒരേ പ്രായമുള്ളവരാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതത്ര പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല. പുരുഷനെ പോലെയല്ല സ്ത്രീ. അവർ രണ്ടിലും ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനത്തിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ചതാണ്. പുരുഷന്റെ ലൈംഗികത കുറെ കാലങ്ങൾ നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഒരേ പ്രായമുള്ള ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ തമ്മിലുള്ള വിവാഹം പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അവന്റെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈംഗികത അവൻ അവസാനിച്ചിട്ടുണ്ടാവില്ല. അവന്റെ ആഗ്രഹങ്ങൾ അവന് ഇനിയും ഉണ്ടാകും. ഭാര്യയാണെങ്കിലോ അവളാണെങ്കിൽ ഒരുതരം വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ നിലവിലുള്ള ഭാര്യനെ ഒഴിവാക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. അവളെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാര്യനെ വിവാഹം കേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ പുറത്തേക്ക് ചാടും. അപ്പൊ പുറത്തേക്ക് ചാടാതെ നിൽക്കാനാണ് നല്ലത്. മറ്റൊന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, നിലവിൽ നമ്മുടെ ഭാര്യ രോഗിയായി മാറാരോഗിയായി ലൈംഗിക കാര്യങ്ങൾക്ക് പറ്റാത്ത രൂപത്തിലുള്ള രോഗിയാണെങ്കിൽ ആ ഭാര്യയെ ഒഴിവാക്കാനല്ല ഇസ്ലാം പറയുന്നത്. അവിടെ ഈ പുരുഷൻ എന്താ പിന്നെ മാർഗമുള്ളത്? ഈ പുരുഷൻ വേറെ സ്ഥലങ്ങളിലേക്ക് മതിൽ ചാടി പോവുകയെ അല്ല. ഇസ്ലാം പറഞ്ഞു ആ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് തെറ്റില്ല. ഇങ്ങനെ വളരെ കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്ദർഭങ്ങളിൽ ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചു, ചില സഹോദരിമാർക്ക്, ചില ഭാര്യമാർക്ക് ആർത്തവത്തിന്റെ ദൈർഘ്യം ചിലപ്പോൾ കൂടും. അങ്ങനെ ഉണ്ടാവും, അപൂർവങ്ങളിൽ ഉണ്ടാവും. അപ്പോഴും ഈ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുണ്ടെങ്കിലും രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക, ഇസ്ലാം വളരെ കണിശമായ നിർദ്ദേശങ്ങളാണ് നൽകിയത്. രണ്ടാമതൊരു ഭാര്യയെ വിവാഹം കഴിക്കുമ്പോൾ ആ ഭാര്യയോട് പരിപൂർണമായ നീതി കാണിക്കാൻ, പ്രത്യേകിച്ചും ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് തുല്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകണം. ഖുർആൻ സൂചിപ്പിച്ചാണ്, ഹദീസുകളിൽ കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, രണ്ടുപേർക്കും ഒരേ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കണം, രണ്ടുപേർക്കും അതുപോലെ തന്നെ ഒരേ രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം, ഒരേ രൂപത്തിലുള്ള താമസ സൗകര്യങ്ങൾ നൽകണം, ഒരേ രൂപത്തിലുള്ള ശയനം നൽകണം, ഓരോ ദിവസവും ഓരോരുത്തരടുത്ത് തന്നെ താമസിക്കേണ്ടിരുന്ന, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ചെലവ് നൽകല്, ഇതൊക്കെ കൃത്യമായി നീതി പാലിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കുന്നവർക്ക് മാത്രം അള്ളാഹു അനുവദിച്ചിരിക്കുന്ന ഒരു കർമ്മമാണ് ബഹുഭാര്യത്വം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മുടെ നിലവിലുള്ള ഭാര്യനോട് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ അനക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ വേറൊരു പെണ്ണെട്ടാൻ പോവുകയാണ് എന്ന് പറയാൻ പാടില്ല. ഭാര്യയുടെ വീട്ടുകാരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരെന്നെ വിപ്പാലചാരത്തിൽ ഒരു പാഠം പഠിപ്പിച്ചരാ എന്ന് പറഞ്ഞ് കളി തമാശയായി കാണേണ്ട ഒരു സംഗതിയല്ല ബഹുഭാര്യത്വം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ തുച്ഛമാണ്. ഇപ്പൊ നമ്മുടെ മഹലിൽ ഒരാൾ പോലും ബഹുഭാര്യത്വത്തിന്റെ ആളുകൾ നമ്മുടെ ഒരു മഹലിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കയ്യിൽ എണ്ണാവുന്ന, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഈ ബഹുഭാര്യത്വത്തിൽ ഉണ്ടാവുള്ളൂ. വളരെ തുച്ഛമാണ്. ഇത് എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് അംഗീകരിക്കപ്പെട്ടു സ്വകാര്യമായും അല്ലാതെയും. മറ്റു ചില ആളുകൾ എന്താ, വലിയ വലിയ VIP-കളൊക്കെ അവർക്ക് നിലവിൽ രേഖാമൂലം ഒരു ഭാര്യയും മറ്റ് പല ഭാര്യമാരെന്ന് പറഞ്ഞ പല ഗേൾഫ്രണ്ടുകളും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചു കൃത്യമായി. സൂറത്ത് നിസായിലെ 3-ാമത്തെ ആയത്ത് ഖുർആന്റെ പ്രയോഗം, അനാഥയുടെ കാര്യത്തിൽ നിങ്ങൾ നീതി കാണിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നന്നായി തോന്നുന്ന സ്ത്രീകളിൽ നിന്ന് 2, 3, 4
നാലീജ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഇനി നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി കാണിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അപ്പൊ ഒന്ന് മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ഭാര്യ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയത്. അത് നിങ്ങൾ തെറ്റാതിരിക്കാൻ ഏറ്റവും അടുത്തത് അതാണ്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചില്ല. ഇതാണ് ഇസ്ലാം പറഞ്ഞത്. ഇവർക്കിടയിൽ നീതി കാണിക്കാൻ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒന്ന്, നമ്മൾ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഭക്ഷണകാര്യം, വസ്ത്രം, താമസം, സഹശയനം, ചെലവിന് നൽകൽ ഇതെല്ലാം ഒരേ രൂപത്തിലായിരിക്കണം. ഒരു ഭാര്യക്ക് മാത്രം നല്ലത് വാങ്ങിക്കൊടുക്കുക, ഒരു ഭാര്യക്ക് മാത്രം നല്ല വീട്ടിൽ താമസിക്കുക, ഒരു ഭാര്യക്ക് മാത്രം നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുക. ഇങ്ങനെ അവരോട് പ്രത്യേകം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ ചിലപ്പോ സ്നേഹത്തിനായി ഇപ്പൊ ഒന്നോ രണ്ടോ ഭാര്യമാരുണ്ടെങ്കിൽ, അല്ലാതെ 4 പേരല്ല ഭാര്യമാരുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ അപൂർവമാണ്. ഇതിപ്പോ 4 ഭാര്യമാരൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാണെങ്കിൽ നമുക്ക് എണ്ണാൻ കിട്ടൂല. പരിസരങ്ങളിലൂടെ കാണാൻ പറ്റില്ല. പണ്ട് കാലത്തുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ പറയും. ഇന്നില്ലത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, സ്ത്രീകൾക്കിടയിൽ അഥവാ നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും 2 ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരേ രൂപത്തിൽ നീതി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ നീതി എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞു, നിങ്ങൾ ഒരു ഭാര്യയിലേക്ക് തന്നെ എല്ലാ ചായലും ചായാൻ പാടില്ല. ഒരു ഭാര്യനെ മാത്രം നോക്കുക. ആദ്യത്തെ ഭാര്യനെ ഒഴിവാക്കി പുതിയ പെണ്ണിനെ മാത്രം നോക്കുക. അവിടെ എല്ലാം ശ്രദ്ധിക്കുക. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവിടെ യാത്രയിൽ കൊണ്ടുപോവുക, അവരുടെ ടൂർ കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള ഒരു സമീപനം ഇത് പാടില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചില്ല. കെട്ടിയിട്ടോളെ പോലെ മറ്റോളാകാൻ പാടില്ല. ആദ്യ ഭാര്യ വെച്ചാലും ഭാര്യയാണ്. ശരി, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒന്നും ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ സാധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ചില പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ചിരിക്കുന്നതാണ് ബഹുഭാര്യത്വം. നിങ്ങൾ നന്മ കാണിക്കുകയും സൂക്ഷ്മത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലാഹു പൊറുക്കുന്നവരും പരമദയാലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്കിടയിൽ ഓരോ ദിവസവും ഓരോ വീട്ടിലായിരുന്നു, ഓരോ ഭാര്യയുടെ അടുത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ എല്ലാ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ വീട്ടിൽ പോകും. പക്ഷെ ഏത് വീട്ടിലാണോ രാത്രി താമസിക്കുന്നത് അത് ആ വീട്ടിൽ മാത്രം താമസിക്കും. പരമാവധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി കാണിച്ചുകൊണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ലഹു ഇംറഅതാനി, ആർക്കെങ്കിലും 2 ഭാര്യമാരുണ്ട് എങ്കിൽ ഒരാളോടുള്ളതിനേക്കാൾ മറ്റൊരാളോട് അയാൾ ചായുകയാണെങ്കിൽ നാളെ പരലോകത്ത് അയാൾ ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടായിരിക്കും നാളെ പരലോകത്ത് വരിക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ നീതി കാണിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിലവിലുള്ള ഭാര്യമാർക്ക് ഇങ്ങനെ ശാരീരികമായോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മാത്രം നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം. മറ്റു ചില സാഹചര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഒന്ന് വൈയക്തികമാണ്, മറ്റൊന്ന് സാമൂഹികമാണ്. സാമൂഹികമായും ചിലപ്പോൾ 2 വിവാഹം കഴിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ 2ാം ലോകമായുദ്ധം നടന്ന കാലത്ത് ഒരുപാട് സോൾജിയേഴ്സ്, പട്ടാളക്കാർ മരണപ്പെട്ടു, ലക്ഷക്കണക്കിന് പട്ടാളക്കാർ മരണപ്പെട്ടു. അങ്ങനെ യൂറോപ്പിന്റെ തെരുവീതികളിൽ അവിടെ ഉണ്ടായിരുന്ന ഈ മരിച്ച പട്ടാളക്കാരുടെ ഭാര്യമാര് ബോർഡ് വെച്ചു എന്നാ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈവനിങ് ഗസ്റ്റിന് ആവശ്യപ്പെട്ടു. കാരണം അവർ യുവതികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പട്ടാളക്കാർ, പുരുഷന്മാരായ പട്ടാളക്കാർ മരണപ്പെട്ടു പോയി. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്ത്രീകൾ കൂടുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾക്കും ലൈംഗികതയുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്. അത് പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം? ഇസ്ലാം അവിടെ കാണിച്ചു തരുന്നു. മാന്യമായി ജീവിക്കാൻ, പുറം ചാടാതെ, പറയാതെ, അഭിസാരികളാകാതെ, വേശ്യകളാകാതെ തന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ അവിടെ ഇസ്ലാം അനുവദിച്ചിരിക്കുകയാണ്. ഇത്തരം ചില സാമൂഹിക രംഗങ്ങൾ ഉണ്ടാവും. ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ അപഹസിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അവരോട് ഇസ്ലാം പറഞ്ഞതുപോലെ, അള്ളാഹു പറഞ്ഞതുപോലെ നീതിയോടുകൂടി നല്ല ഒരു കുടുംബിനിയായിക്കൊണ്ട് അവരെ കൊണ്ടു നടക്കാൻ ശ്രമിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ അവബോധം നമ്മൾ ഉണ്ടാക്കുക, ആ അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും നമ്മുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.